ഹലോ, നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇത് നമ്മുടെ ഞാൻ ഈ സെബാസ്റ്റ്യൻ പുന്നക്കല് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഇസ്ലാമിക തീവ്രവാദത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ നോക്കിയതാണ്. അതായത് വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റായത്. വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റില് ഇതിങ്ങനെ വരും. വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാ വരുന്നത് കേട്ടോ. വാംസി എന്ന ഉള്ള ഒരു ചുരുക്കപ്പേരിലാണ് വഖഫ് ബോർഡ്. ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തിട്ട് ഇതിന്റെ ഓരോ സെക്ഷനിൽ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ നാട് വരെ വരാൻ പറ്റും. എവിടെ വേണേലും തപ്പിപ്പിടിക്കാൻ പറ്റും. ഇന്ത്യയിൽ എവിടെ. ഇവര് വളരെ നല്ല രീതിക്കാണ്, ഇവര് നന്നായിട്ടാണ് ഇവരെല്ലാം വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അന്തം വിട്ടു. നമുക്കറിയാമായിരുന്നു ഇത്രയും കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു. നോക്ക്, ഇത് ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിലാ. ഒരു സ്ഥലത്തിന് ഇത് നോക്ക്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഇത് എന്റെ നാട്ടിലെ എന്റെ പഞ്ചായത്തിലെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽ ആയി കിടക്കുന്നത്. ഇത് കണ്ട, ഇത് നോക്ക്, ഉടുമ്പന്നൂര്. ഇതുവരെ എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഇതിന്റെ അകത്ത് ഇതിങ്ങനെ അത് ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്താൽ ആ സ്ഥലത്തിന്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. അതായത് ഇവരിരുന്ന് നല്ല കോടികൾ മുടക്കി ഇവർ ആസൂത്രണം. നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിങ്ങൾ പൊട്ടങ്ങന്മാരാന്നാണോ? നോക്ക്, ഒരെണ്ണത്തിൽ അടിക്കുമ്പോ ആ സ്ഥലത്തിന്റെ ഫുൾ ഡീറ്റെയിൽ വരുക. അതിന്റെ സർവേ നമ്പർ മുതൽ സകലതും. നമ്മൾ ഇനി ഒട്ടും സേഫ് അല്ല ഇന്ത്യയില്. ഞാൻ പറഞ്ഞില്ലേ, BJP സർക്കാരും അത്ര സ്മാർട്ടായിട്ടൊന്നും അല്ല പ്രവർത്തിച്ചത്. ഞാനിതാണ് കുറച്ച് നാളായിട്ട് ഞാൻ പറയുന്നുണ്ട്, നരേന്ദ്രമോദി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത്രയും അങ്ങ് സ്മാർട്ടല്ല. കുറെ പൈസ ഉണ്ടാക്കിയിട്ടും കുറെ സാമ്പത്തികമായിട്ട് ബിസിനസ് നടത്തിയ പോരാ. നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കണ്ടേ. ഇത് ശരിക്കും ഒരു ചെറിയൊരു ഗാന്ധിയൻ സ്റ്റൈലിൽ മോഡി പോയതിന്റെ ദൂഷ്യവശമാണ്. അല്ലെങ്കിൽ ഇത് വാജ്പേയി സർക്കാർ തന്നെ. നമ്മൾ അത്ര സ്മാർട്ടായിട്ടുള്ള ആളുകളായിരുന്നു BJP എങ്കിൽ വാജ്പേയി സർക്കാർ വന്നപ്പോ തന്നെ 1996 തന്നെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതായിരുന്നു. അതും വേണ്ട. 2013 കുറെ കൂടെ കാര്യങ്ങൾ ചെയ്തല്ലോ വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് കോൺഗ്രസ്. അത് കഴിഞ്ഞ് 2014 വന്നപ്പോ മുതൽ ഇത് നോക്കേണ്ടതല്ലായിരുന്നോ? ഇതൊന്നും ഇപ്പോഴല്ലേ കണ്ടുപിടിക്കുന്നത്. ഇങ്ങ് നോക്ക്, നിങ്ങൾ നിങ്ങളുടെ നാട്ടില് വരെ അടിച്ച് പോകാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ഇടുക്കി ജില്ലയുടെ ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇടുക്കി ജില്ലയുടെ ഇവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റാണ് ഇത് മൊത്തം. ഇത് കണ്ടോ നിങ്ങൾ. ഇതിലിപ്പോ ഈ കുഞ്ഞൊരു ഇത് കാണുന്ന അതിലടിച്ചാൽ അതിന്റെ മൊത്തം ഡീറ്റെയിൽ കിട്ടും. അതായത് ഇവരെന്തോരം നന്നായിട്ടാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് നോക്ക്. അപ്പൊ ഞാൻ പറയണത്, ഇവിടെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചു. തന്നെയുമല്ല, ഈ പറയുന്ന RSSകാർ വന്ന നരേന്ദ്രമോദി വന്ന ആളെ കൊല്ലും. ഇവിടെ നരാധവനാണ്, ഇതാണ് നമ്മൾ 2014, 15, 16 എന്തെല്ലാം ഇത് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളായ അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും ഈ പറയുന്ന പത്രപ്രവർത്തകർക്കും ഒക്കെ ഇതിന്റെ അകത്ത് റോളുണ്ട്. ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക്. കാരണം അവര് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവര് വെറുതെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് ഈ പറയുന്ന ഹിന്ദുക്കളെ യാതൊരു ശല്യമില്ലാതെ നടന്ന RSSകാർ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. വെറുതെ ഈ പത്രത്തില് ഈ മാധ്യമങ്ങളൊക്കെയാണ് നമ്മളെ നശിപ്പിക്കുന്നത്. മാധ്യമങ്ങൾ, പിന്നെ MLAമാർ. ഇപ്പൊ നമ്മൾ 140 MLAമാരുണ്ട് കേരളത്തില്. ഈ പണ്ട് മദനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് 140 പേരും കൂടെ ഒന്നിച്ചു നിന്നതുപോലെ അതുപോലെ തന്നെയാണ് ഈ വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് അവർ ഒന്നിച്ചു നിന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ജനാധിപത്യ സംവിധാനം തന്നെ ഒരു പാളിച്ചയുണ്ട്. ജനാധിപത്യ സംവിധാനം ഇസ്ലാമിന്റെ കീഴിൽ വന്ന ജനാധിപത്യ സംവിധാനം അവർ എടുത്തു കളയും. ജനാധിപത്യ സംവിധാനത്തിന്റെ ലീനിയൻസി, അതിന്റെ നല്ല വശങ്ങള്, ദയാപൂർവമായിട്ടുള്ള അവരുടെ ഡെമോക്രസിയുടെ ഓരോ കാര്യങ്ങള് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ശക്തരായി കഴിഞ്ഞാൽ അവർ ഡെമോക്രസി എടുത്തു കളയും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇതെല്ലാം നമ്മുടെ ഏത് ജില്ലയില് വേണമെങ്കിലും അല്ല, ഇന്ത്യയിലെ വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടീസിന്റെ മുഴുവൻ ഡീറ്റെയിൽ ഈ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പം ഇതിന്റെ അകത്ത് നമ്മുടെ ആളുകൾ നമ്മുടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ചെയ്യുകയെന്ന് എനിക്കറിയാം. നമ്മുടെ BJPയുടെ ആൾക്കാർ ചെയ്യേണ്ടത്, ഇത് ആദ്യം ഓരോ പഞ്ചായത്തിലുമുള്ള പ്രവർത്തകര് ഈ വഖഫ് പ്രോപ്പർട്ടി ഏതാന്ന് പോയി അതിന്റെ ആൻസർ തരാൻ പറയണം. വഖഫിന്റെ പ്രോപ്പർട്ടിയുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ രേഖകൾ മേടിച്ചെടുക്കണം. വഖഫ് ബോർഡ് അങ്ങനല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ശത്രു എവിടെയാണെന്ന് അറിഞ്ഞിട്ടല്ലേ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെന്താണ്, എവിടെയാണ് നമ്മുടെ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യണ്ടേ? അത് ഇന്നലെ കുമ്മനം രാജശേഖരൻജിയുടെ ഒരു പ്രസംഗത്തിലുണ്ടായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞു. ഞാനത് മനസ്സിലിങ്ങനെ ഓർത്തിരുന്നിട്ട് ഇതാണല്ലോ ആദ്യം ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ ഇത് എവിടെയൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം എന്ന് അതിങ്ങനെ ഞാൻ മനസ്സിൽ ഓർത്താ. ഞാൻ സത്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഈ ഓഡിയോ
മറ്റേ കുമ്മനം രാജശേഖരന്റെ പ്രസംഗം കേട്ടു. അപ്പൊ അദ്ദേഹം അത് തന്നെ പറയുന്നു. അദ്ദേഹവും ഇത് വക്കപ്പിന്റെ പ്രോപ്പർട്ടികൾ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഓരോ പഞ്ചായത്തിൽ നിന്നും കണ്ടുപിടിക്കണം. അത് നമ്മുടെ ആളുകൾ ആദ്യം RSSകാർ ചെയ്യേണ്ടത്. RSSകാർ ഇതിനിറങ്ങിയാലേ നടക്കത്തുള്ളൂ. കാരണം ക്രിസ്ത്യാനികളെ കൂടെ കൂട്ടുപിടിക്കണം. ഈ നമ്മുടെ കെവിൻ പീറ്ററിന്റെ ഒരു കാസ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. ആ സംഘടന എന്തായാലും ക്രിസ്ത്യൻസും ഹിന്ദുസും ഒന്നിച്ചിട്ട് ഇത് ഓരോ പഞ്ചായത്തുകളിലും ഈ വക്കപ്പിന്റെ ഭൂമിയുടെ അതിരുകൾ കൃത്യമായിട്ടും അതിന്റെ ഡീറ്റെയിൽ തരാൻ പറഞ്ഞ് കൃത്യമായിട്ട് ആ ഡീറ്റെയിൽ എടുക്കണം കേട്ടോ. ഞാൻ വീഡിയോ അധികം നീണ്ടുപോകുന്നതിന് ഞാൻ നിർത്തിയേക്കാം. താങ്ക് യു.